പൊന്നമ്മേ, ഇനി ഒഴിക്ക്. ഇന്നെന്താ പൊന്നെ ഇത്ര കൂടുതൽ കഴിക്കുന്നത്? നീ അറിഞ്ഞോ, ആ വാസു എന്ന് പറയുന്നവൻ മരിച്ചുപോയ SIയുടെ ചേട്ടനാണത്രേ. എന്റെ പൊന്നെ, അതിന് നിങ്ങൾക്കെന്താ? എനിക്കെന്താ? എനിക്കൊന്നുമില്ല. SI ആത്മഹത്യ ചെയ്തതല്ലെന്നും ആരോ കൊല ചെയ്തതാണെന്നും. അതിന് ഇത്രയും കുടിക്കണോ? ദുഃഖം, എനിക്ക് ദുഃഖം സഹിക്കാൻ കഴിയുന്നില്ല പൊന്നമ്മേ. ഒഴിക്ക്. അവളേക്ക് വിളിക്ക്. ഓമനയെ ഞാൻ എന്റെ ദുഃഖം ഒന്ന് തീർക്കട്ടെ. ഇനി വിളിക്ക്. നിന്നെ ഉടുമ്പൻചേട്ടൻ വിളിക്കുന്നു. എന്നെ കൊണ്ട് വയ്യ. അയാൾ നല്ല ആളാ. പണം തരുന്നവർ മുഴുവൻ ചേച്ചിക്ക് നല്ല ആളാ. ഇനി എനിക്ക് വയ്യ. പോകുന്നുണ്ടോ പുറത്ത്? വാ ഓമനെ, വാ. എത്ര നാളായി ഞാൻ നിന്നെ ഒന്ന് കിട്ടാൻ കൊതിക്കുന്നു. വാ. അച്ഛൻ തിരുവനന്തപുരത്ത് പോയിട്ട് എന്ന് വരും? 2 ദിവസം കഴിഞ്ഞ്. നീ നളിനി ചേച്ചി അധികം ബുദ്ധിമുട്ടിക്കരുത് കേട്ടോ. അമ്മയെ നല്ലപോലെ നോക്കണം. ഞാൻ പോയിട്ട് വരട്ടെ സുശീലേ? ശരിയെന്ന് പറയമ്മേ. അമ്മ എന്തെങ്കിലും ഒന്ന് പറയൂ സുശീലേ. സുശീലേ, ഈ അമ്മ എന്താണ് ചോദ്യം മിണ്ടാത്തത്? നിന്റെ അച്ഛൻ ചെയ്ത പാവമാനടാ മോനെ. പോയിട്ട് വരുവാ സോട്ടാ. ചുറ്റും ശത്രുക്കളാണ്, സൂക്ഷിക്കണം. സർക്കിൾ ഇൻസ്പെക്ടർ സോമശേഖരനോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇങ്ങോട്ടൊന്ന് ശ്രദ്ധിക്കാൻ. അവൻ എന്റെ നല്ലൊരു സ്നേഹിതനാണ്. ഇതാ പെറ്റീഷന്റെ കോപ്പി. നാട്ടുകാരുടെ മുഴുവൻ കയ്യൊപ്പം വാങ്ങിയിട്ടുണ്ട്. ഞാനിതിന്റെ പുറകിലുണ്ടെന്ന് ആരും അറിയരുത്. അത് നിങ്ങൾ പേടിക്കണ്ടത്. ഓ, നീ മാറിയില്ലട്ടാ, ഞാൻ വിളിക്കാം. ഈ കഴിവ കഥ തുറക്കണ ചവിടി പൊളിക്കണം. കൊച്ചിനോട് കളിക്കണ കാണുന്നത്. ചോദിച്ചത്? ഞാനാ. കഥ തുറക്ക. ബഹളം കേട്ട് കയറിയതാ. ആരൊക്കെ ഓടുന്നത് കണ്ടു? വല്ല അപകടവും പറ്റിയോ? ഇല്ല, ഞാൻ പേടിച്ചു പോയി. വാസു പോകുമ്പം പറഞ്ഞിരുന്നു ഇങ്ങോട്ടൊരു ശ്രദ്ധ വേണമെന്ന്. നളിനി കഥ അടച്ച് കിടന്നുള്ളൂ, ഞാനിവിടെ ഉണ്ടാവും.
കിടക്കാൻ എന്തെങ്കിലും? ഒന്നും വേണ്ട. പുറത്ത് നല്ല തണുപ്പുണ്ടാവും. ഈ തണുപ്പ് ഒരു സുഖമാണ്. ഉറക്കം വരുന്നില്ലെങ്കിൽ ഇവിടെ വന്നിരിക്കൂ. എന്റെ ലാപ്പ് സ്വല്പം കേൾക്കാം. ഞാൻ കൂടുതൽ സ്വാതന്ത്ര്യം എടുക്കുന്ന പോലെ തോന്നുന്നുണ്ടോ? ഉണ്ടെങ്കിൽ കൂട്ടുകാരൻ നളിനിയുടെ കഥകളല്ലേ എന്നോട് പറഞ്ഞുകൊണ്ടാവും. സാരമില്ല. എല്ലാം തുറന്നു പറയാൻ ഇതൊരു സന്ദർഭമാണല്ലോ. വാസു എന്നോടൊരു കാര്യം പറഞ്ഞു, നളിനിയുടെ വിവാഹത്തെപ്പറ്റി. നളിനിയോട് വല്ലതും സൂചിപ്പിച്ചോ? തീരുമാനം എന്നോട് പറയണമെന്നില്ല, അവനോട് പറഞ്ഞാൽ മതി. എങ്കിലും എനിക്ക് പറയാനുള്ളത് പറയണ്ടേ? പറഞ്ഞോളൂ. അല്പം ഫിലോസഫി. ജീവിതം എന്ന് പറയുന്നത് ഒരു യാത്രയാണ്. എവിടുന്നോ പുറപ്പെട്ട് എവിടേക്കോ പോകുന്നൊരു യാത്ര. അതിനിടയിൽ പലരെയും നാം കണ്ടുമുട്ടാറുണ്ട്. എന്നാൽ ചിലരോട് മാത്രം തോന്നും ഒരു പ്രത്യേകത. അതിന്റെ കാരണം ചോദിച്ചാൽ പറയാൻ വിഷമിക്കും. ശരിയല്ലേ? അത്തരം ഒരു പ്രത്യേകതയാണ് എനിക്ക് നളിനിയോട് തോന്നുന്നത്. നളിനിയുടെ ശ്രദ്ധ മറ്റെവിടെയോ ആണ്. നിങ്ങൾ പറയുന്നത് ഞാൻ കേൾക്കുന്നുണ്ട്, പക്ഷേ ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല. നിങ്ങൾ പറഞ്ഞതുപോലെ എന്റെ മനസ്സ് മറ്റെവിടെയോ അലയുകയാണ്. എനിക്കറിയാം. നളിനിയുടെ ലക്ഷ്യം നിറവേറ്റുന്നതിൽ ഞാനും ഒരു പങ്കാളിയാണ്. എനിക്ക് ധൃതിയില്ല. പോയി കിടന്നുറങ്ങിക്കോളൂ.